സമയം മോശമായി പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാരണമേ അല്ല. നമുക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചാൻസ് കിട്ടണമെന്നില്ല. കിട്ടുന്ന അവസരം മാക്സിമം മുതലാക്കി പഠിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ കൺസീവ് ആയിരുന്നു, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളെ വിളിച്ച് പറയാറുണ്ട് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ വീട്ടിൽ ഇഷ്യൂസ് കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ടീച്ചർ എങ്ങനെയായിരുന്നു ആ സമയത്ത് പഠിച്ചിരുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അവരുടെ പ്രചോദനം കൊണ്ട് തന്നെയാണ് ഈ എക്സാം എഴുതാൻ കഴിഞ്ഞതും എനിക്ക് ഇന്ന് ഈ ജോലി കയറാൻ കഴിഞ്ഞതും. നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നും പഠിച്ച് LPSA ജോലിയിൽ പ്രവേശിച്ച റുബീന ടീച്ചറെയാണ്. അപ്പോൾ ടീച്ചറുടെ വിശേഷങ്ങൾ, അതേപോലെ തന്നെ ടീച്ചറെ ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്തൊക്കെയാണ്, ടീച്ചർ എങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് ടീച്ചറിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ടീച്ചർ ഹായ്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് റുബീന. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നെല്ലിയാമ്പതിയിലെ GLPS സീതാർകുണ്ട് സ്കൂളിലാണ്. ഞാനിപ്പോൾ ഓഗസ്റ്റിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. എനിക്ക് ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ എന്ന് വെച്ചാൽ നല്ല പോലെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് എനിക്ക് ഈ ജോലി നേടാൻ കഴിഞ്ഞത്. അതിന് വളരെയധികം എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമാണ് എയിംസ് സ്റ്റഡി സെൻറ്റർ. ഞാൻ ഇത്രയും ഒരു 2016 ഞാൻ ഈ പഠനം തുടങ്ങിയത്. PSC കോച്ചിങ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നത് തന്നെ 2016. അതുവരെയും കുറേയധികം പഠിച്ചു എന്നല്ലാതെ ജോലി എന്നുള്ളൊരു ചിന്ത അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ ആ ഒരു നിർബന്ധത്തിലാണ് PSC കോച്ചിങ്ങിന് പോവുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എൻ്റെ വീട് തോണിപ്പാടം, ഹസ്ബൻഡിൻ്റെ വീട് എരുമയൂർ. അപ്പോൾ എനിക്ക് PSCയിലേക്ക് വരാൻ സൗകര്യം ആലത്തൂരാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എയിംസ് സ്റ്റഡി സെൻറ്റർ എന്നൊരു സ്ഥാപനം ഉണ്ടെന്ന്. അവിടുത്തെ കോച്ചിങ് വളരെ നല്ലതാണെന്നും കുറേ പേരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ എയിംസിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എന്നെക്കൊണ്ട് പറ്റുന്ന തോന്നിയില്ല. കാരണം ദിവസവും വന്ന് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അധ്യാപകരുടെയും അവിടുത്തെ പരിശീലനം, ക്ലാസ്, റിവിഷൻ, മോഡൽ എക്സാം എല്ലാം തന്നെ എനിക്ക് വളരെയധികം പ്രചോദനമായി. ക്ലാസ്സുകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാബ് സാറിൻ്റെ ക്ലാസ്സുകളാണ് ആദ്യമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. സാറ് വളരെയധികം നന്നായിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോട്ട്ബുക്കിൽ ജസ്റ്റ് എഴുതുക എന്നല്ലാതെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. സാർ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. സാറിൻ്റെ ക്ലാസ് വളരെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരുടെയും ക്ലാസ്സുകൾ വളരെ മികച്ചത് തന്നെയായിരുന്നു. ക്ലാസ്സുകൾ മാത്രമല്ല, പിറ്റേ ദിവസത്തെ റിവിഷൻ അത് വലിയൊരു സംഭവം തന്നെയാണ്. ആ റിവിഷൻ ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുമായിരുന്നു. ആ റിവിഷനിലൂടെയാണ് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനും പിന്നീട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കാനും സഹായിച്ചത്. കൂടാതെ എടുത്തു പറയേണ്ട ഒന്നാണ് മോഡൽ എക്സാംസ്. ആഴ്ചയിലാണെങ്കിലും അതുപോലെ തന്നെ ഓരോ മാസത്തിലും ആ മാസത്തിൽ പഠിച്ച കാര്യങ്ങൾ മൊത്തം ഉൾപ്പെടുത്തിയിട്ട് മോഡൽ എക്സാം ഇടുമായിരുന്നു. അതുപോലെ തന്നെ മാത്സിനും ഇംഗ്ലീഷിനും വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകളെല്ലാം. അതുപോലെ തന്നെ GK, സയൻസ്, സോഷ്യൽ സയൻസ്, അങ്ങനെ എല്ലാത്തിനും വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയായിരുന്നു അവിടുത്തെ ക്ലാസ്സുകളെല്ലാം. എല്ലാം വളരെയധികം സപ്പോർട്ടാണ് അവിടുത്തെ. മറ്റൊരു പ്രധാന എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ജസ്റ്റ് പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെ ആവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ സാർമാരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് വളരെയധികം സഹായം ഉണ്ടാവും. എനിക്ക് ഈ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ കൺസീവ് ആയിരുന്നു, പ്രഗ്നൻ്റ് ആയിരുന്നു. മോനാണ് എനിക്ക് ആദ്യത്തേത്. അപ്പോൾ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഈ എക്സാം എഴുതുന്ന സമയത്ത്. അപ്പോൾ ഈ എക്സാമിൻ്റെ തുടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പ്രഗ്നൻ്റ് ആയത് കാരണം എല്ലാവർക്കും അറിയാലോ, തലകറക്കം, ക്ഷീണം, ഛർദി, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ അധ്യാപകരുടെ ഒരു പിന്തുണ കൊണ്ട് തന്നെയാണ്, അവരുടെ പ്രചോദനം കൊണ്ട് തന്നെയാണ് ഈ എക്സാം എഴുതാൻ കഴിഞ്ഞതും എനിക്ക് ഇന്നിപ്പോൾ ഈ ജോലിയിൽ കയറാൻ കഴിഞ്ഞതും. അതേപോലെ തന്നെ ടീച്ചർ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് കൺസീവ് ആയിരുന്നു, അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് വീട്ടിലെ സാഹചര്യം കൊണ്ടും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടും പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് ടീച്ചർ എന്തായിരുന്നു സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ആ സമയത്ത് നമുക്ക് തലകറക്കം, ക്ഷീണമൊക്കെ തോന്നുമ്പോൾ പോയി കിടക്കും, ശരിയായെന്ന് തോന്നുമ്പോൾ വീണ്ടും വന്നിരുന്ന് പഠിക്കും. പഠിച്ച് കുറച്ച് നേരം ഒക്കെ ഒരു മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. പിന്നെ വീണ്ടും ക്ഷീണം തോന്നുകയാണെങ്കിൽ കിടക്കും. നമുക്ക് പറ്റാവുന്ന മാക്സിമം കിട്ടുന്ന സമയത്തെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. നമുക്ക് സമയം മോശമായി പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാരണമേ അല്ല. നമുക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചാൻസ് കിട്ടണമെന്നില്ല. കിട്ടുന്ന അവസരം മാക്സിമം മുതലാക്കി പഠിക്കാം.
നമ്മുടെ LPSCയുടെ പരീക്ഷ നടക്കുന്ന സമയത്ത് കോവിഡ് കാലഘട്ടമായിരുന്നു. അപ്പോൾ ടീച്ചർ ആ സമയത്ത് എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുവരുന്നത്? കോവിഡ് സമയത്ത് നമ്മുടെ എയിംസിൻ്റെ തന്നെ ഓൺലൈൻ കോച്ചിങ് ഉണ്ടായിരുന്നു. ആ ഓൺലൈൻ കോച്ചിങ് ആണ് എക്സാമിന് വളരെയധികം ഹെൽപ്പ് ചെയ്തത്. ഓൺലൈൻ ക്ലാസ്സുകളും സൺഡേ ഉള്ള മോക്ക് ടെസ്റ്റും ബാക്കി മോഡൽ എക്സാംസും എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അത് കുറേ PDF ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 50ഓളം ചോദ്യങ്ങൾ ഈ എക്സാമിന് ഉണ്ടായിരുന്നു. അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഈ എക്സാമിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ ഈ ഓൺലൈൻ കോച്ചിങ് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. ഓക്കെ ടീച്ചർ, ഇപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും സമയം ടീച്ചർ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പ്രചോദനമാണ്. നമ്മൾക്കുണ്ടാവുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മളൊരു പോസിറ്റീവായി എടുത്തുകൊണ്ട് പഠനം കൈവിടാതെ തന്നെ തുടരുക. നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് ടീച്ചറുടെ അനുഭവങ്ങൾ നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ എന്നുകൂടെ പറയുന്നു. അപ്പോൾ ടീച്ചർ ഓക്കെ.